എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദുബായ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ദുബായിലെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അവിടുത്തെ അബ്ര എന്ന് പറഞ്ഞ ഫെറി സർവീസ്. അപ്പോൾ ഇതിന് ഫെറിയിൽ കയറി നമ്മൾ നേരെ ഞാൻ വർക്ക് ചെയ്ത ഓഫീസിലേക്ക് പോകണം. അവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ട് അവരുടെ കൂടെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് നേരെ തിരിച്ച് മെൽബണിലേക്ക് ഒരു 16.5 മണിക്കൂർ ജേണിയുള്ള ഒരു ഫ്ലൈറ്റാണ് ദുബായ് ടു മെൽബൺ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അതുപോലെ തന്നെ ദുബായിൽ വരാൻ താല്പര്യമുള്ളവരും വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഒത്തിരി യൂസ് ആവുന്ന വീഡിയോസാണ് ദുബായ് ട്രാവൽ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റുള്ളത്. അതുപോലെ തന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിന് കിട്ടും. എന്നാൽ ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദുബായിലത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഡിക്സൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ രാവിലെ എണീറ്റ് ജെഫ്രി സ്കൂളിൽ പോകട്ടോ, ഗ്രേഡ് 3-ലാണ്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ എണീറ്റ് പുള്ളി ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 7 മണിക്ക് ബസ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വരും. പിന്നെ വേറെ ബസ്സിൽ കയറിയിട്ട് പോയാൽ മതി. രാവിലെ 7:45 തുടങ്ങി ഉച്ചയ്ക്ക് 2:30 വരെയാണ് അവർക്ക് സ്കൂൾ ടൈം. ഇവിടെയൊക്കെ സ്കൂൾ ബസ്സൊക്കെ വീട്ടിൽ വരും. നമ്മുടെ ഓസ്ട്രേലിയയിലൊന്നും ഇങ്ങനത്തെ സ്കൂൾ ബസ്സൊന്നും വരില്ല കേട്ടോ. നമ്മൾ പിള്ളേരെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പാണ് അവിടുത്തെ മെയിൻ പരിപാടി. ഇത് ലിജി ചെയ്തൊരു വർക്കാട്ടോ. അതിങ്ങനെ ഫ്രെയിം ചെയ്ത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തണം. ഞാൻ ദീപ്തിയും പിള്ളേരൊന്നും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് മാത്രം എൻജോയ് ഒരു കാര്യമില്ല, അവർക്ക് കൂടി ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. അജ്മാലിനാട്ടോ ഡിക്സൺ താമസിക്കണേ. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു സിറ്റി സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് രാവിലെ ആരും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ക്വിക്കായിട്ട് ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഞങ്ങൾ നേരെ ദുബായിക്ക് പോവാം. ഇതാണ് കേട്ടോ ദുബായ് മെട്രോ സ്റ്റേഷൻ. എല്ലാ സ്റ്റേഷനും ഒരേ മോഡലാണ്. ഇനി നമുക്ക് ഫെറിയിൽ അവിടേക്ക് പോകണമെങ്കിൽ 2 സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് അൽറാസ്, അതല്ലെങ്കിൽ അൽ ഗുബൈബ. ഈ 2 സ്റ്റേഷനിൽ ഏതൊരു സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് ഫെറി സർവീസ് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ കാണണമെങ്കിലേ എന്താ ഭംഗി എന്ന് പറയുമ്പോൾ ഒത്തിരി ലക്ഷറി ബോട്ടുകളും നമുക്ക് പോകണ വഴിക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫെറി സർവീസിനടുത്ത് എത്തിയിട്ടോ. ഇത് ശരിക്കും അബ്രാമ കേട്ടോ അറിയപ്പെടുന്നത്. അറബിക് വേർഡാണ് ഈ അബ്രാം എന്ന് തുടങ്ങി. ഇനി ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 1 ദിർഹംസ് ഉള്ളൂ നമുക്ക് ടിക്കറ്റ് ചാർജ്. ഞാൻ പോകുന്നത് ദേരയിൽ നിന്ന് ബെർദുബായിക്ക് പോകണം കേട്ടോ. 1 ദിർഹംസ് നമ്മൾ ആ ഡ്രൈവറുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ ഇരുന്ന് പോകാൻ പറ്റും. ഈ ബോട്ടിൻ്റെ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പുള്ള സംഭവം കേട്ടോ. നടുക്കൊരു പലക പോലത്തെ ഒരു സംഭവം അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കും. ഒരു ബോട്ടിൽ 20 പേർക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. രാവിലെ 6 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 150 അബ്രകൾ ഇടത്തും വലത്തും കിടന്ന് ഓടണ്ടാവും കേട്ടോ. ദുബായിലെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഈ അബ്ര സർവീസ്. അന്നത്തെ കാലത്ത് ദേരയിൽ നിന്ന് ദുബായിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ അബ്രകൾ ഉപയോഗിച്ചുകൊണ്ടത്. അതിനുശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഈ 1 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നവർ എല്ലാവരും ഈ അബ്ര കയറാത്ത ആൾക്കാരുണ്ടാവില്ല. ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ അബ്രയിൽ യാത്ര ചെയ്യണം കേട്ടോ. ദുബായിലുള്ളവർ മാക്സിമം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബെർദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് ദുബായ് എന്നാട്ടോ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീക്കിൻ്റെ 2 വശങ്ങളാണ് ഈ ദേരയും ബെർദുബായും. അവിടേക്കുള്ളൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു ഈ അബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ദേരയിലാണെങ്കിൽ ഗോൾഡ് സൂക്ക്, അതുപോലെ തന്നെ സ്പൈസസിൻ്റെ മാർക്കറ്റ്, എല്ലാവിധ കച്ചവട സാധനങ്ങളും ഇന്ന് വേൾഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് ബിസിനസ് നടത്തുന്ന ഒരു ഏരിയയാണ് ദേര. അതുപോലെ ബെർദുബായിലാണെങ്കിലോ ഒരു സൈഡിൽ നമുക്ക് ഒത്തിരി റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും മറ്റേ ഈ ഹുക്ക വലിക്കാന്നൊക്കെ പറയും. അതിനുള്ള രാത്രിയായിട്ടോ കുറച്ചുകൂടി ഭംഗി, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് എന്താ ഭംഗി എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ RTA ദുബായ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ വാട്ടർ ടാക്സി സംവിധാനങ്ങളും അവിടെയാണ് കേട്ടോ. പിന്നെ മലയാളികളുടെ തട്ടുകടകൾ, റെസ്റ്റോറൻറ്റുകൾ, എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടിയ ഒരു കിടുകിടിലിൻ്റെ ഏരിയയാണ് ബെർദുബായ്. അതുപോലെ തന്നെ ദുബായിലെ ആദ്യത്തെ പോർട്ട് എന്നറിയപ്പെടുന്നത് ഈ ക്രീക്കാട്ടോ. ഇതാണ് നമ്മുടെ ദുബായിലെ ചങ്ക്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ദുബായിലെ ട്രാവൽ അക്കൗണ്ട്സിൽ എല്ലാവിധ പരിപാടികളും. ഹാരിസ് എന്ന പേര്, നാട്ടിലെ മലപ്പുറത്തുള്ളൊരു വീട്.
അടിപൊളി ഫ്രണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ വന്നപ്പോൾ പുള്ളിനൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഞങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 വർഷത്തിന് ശേഷമാണ് ദുബായിക്ക് വന്നത്. ദുബായിക്ക് വന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോകണം. അജ്മാൻ നാഷണൽ ട്രാവൽ ഏജൻസി എന്നാണ് ഫുൾ നെയിം. അത് ഷോർട്ടായിട്ട് ആൻറ്റാന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓഫീസിലെത്തി. അക്കൗണ്ട്സിലെല്ലാം കുറേ പേരൊക്കെ നാട്ടിലായിരുന്നു. പിന്നെ സീനത്ത് മേഡവും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കുറേ വർത്താനം നല്ല സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും ഉണ്ടായിരുന്ന സമയത്തിൽ അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോയതാണ് ഈ അക്കൗണ്ട്സ് ടീം. കുറച്ച് ടൈം അജ്മാൻ ഓഫീസിൽ നിന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞ് നമ്മൾ നേരെ ദുബായിക്ക് പോട്ടോ. ഇത് ഷാർജ റോള ഏരിയ കേട്ടോ. അടിപൊളി, എന്ത് രസം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് കോർണിഷ്, ഈ സൈഡിൽ ഈന്തപ്പനകളൊക്കെ നിൽക്കണ നോക്കി അടിപൊളിയല്ലേ. ഇതാണ് ആൻറ്റിയുടെ ദുബായിലത്തെ ഓഫീസ്. ഈ ഓഫീസിലാട്ടോ ഞാൻ 5 വർഷം വർക്ക് ചെയ്തത്. ഇവിടെയാണ് GM ഒക്കെ ഇരിക്കണേ. ഓഫീസിൻ്റെ ഇൻറ്റീരിയർ അടിപൊളി കേട്ടോ. ട്രാവൽ ആൻഡ് ടൂറിസം വയർ അതുമായി ബന്ധപ്പെട്ട സീനറികളും ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ GM കുമാർ സാറ്, പിന്നെ ട്രാവൽ മാനേജർ കുമാർ സാറൊക്കെ ഇട്ട് ഒത്തിരി നേരം സംസാരിച്ചു. GM ഒത്തിരി സന്തോഷമായിരുന്നു. എന്തോരം നേരം എന്ന് പറഞ്ഞോ. GM ശരിക്കും കനേഡിയൻ സിറ്റിസണാണ്. അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് സെക്ഷനിലേക്ക് പോയി. ഇത് കമാൽ, എനിക്ക് റിപ്പോർട്ട് ചെയ്യും മഹേഷ് സാറായിരുന്നു കേട്ടോ. പിന്നെ അക്കൗണ്ട്സ് ഹെഡ് ശ്രീനിവാസ് സാറായിരുന്നു. അവരൊക്കെ റിസൈൻ ചെയ്തപ്പോൾ നാട്ടിൽ സെറ്റിലായി. പിന്നെ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞു. IT ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ എന്താ പറയുക, അതൊക്കെ ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ച് നടന്ന 5 വർഷം എടുത്ത് ദുബായിലും ഈ ഓഫീസും. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ വേറൊരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അലീന്ന പേര്. പുള്ളി കോർപ്പറേറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യണു. അത് കഴിഞ്ഞ് ഞാൻ താമസിച്ച അക്കോമഡേഷൻ്റെ അടുത്തുള്ള സ്റ്റേഷനാണ് സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷൻ. പിന്നെ സലാഹുദ്ദീൻ മെട്രോ സ്റ്റേഷനോട് മുമ്പേ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അജുവാണ്. ഞങ്ങൾ ഒരുമിച്ച് ഈ കമ്പനി തന്നെ വർക്ക് ചെയ്ത. പുള്ളിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ട്രാവൽസിൻ്റെ തന്നെ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. 4 കെട്ട് റെസ്റ്റോറൻറ്റ് കിസേഴ്സിൽ. ഹോട്ടലുകളുടെ പർദീസായിട്ട് ദുബായ്. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ദുബായിലില്ലാത്ത റെസ്റ്റോറൻറ്റുകളില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ഫുഡുകളാട്ടോ. എത്ര റെസ്റ്റോറൻറ്റാന്ന് പറയുമ്പോൾ. അപ്പം നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കസവ് സാരി ഇവിടുത്തെ ചേച്ചിമാരാട്ടോ നിങ്ങൾക്ക് ഫുഡൊക്കെ വിളമ്പി തന്നെ. പിന്നെ പുറത്ത് നല്ല ചൂടായാലും ഞാനും അജുബാനും കൂടി ഒരു ബിയർ വാങ്ങിച്ച് കഴിച്ചു. കൂടുതൽ കൂടെ ഫുഡ് മേടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകണം. ഇന്നത്തെ ദിവസം തന്നെ മൊത്തം ഫുഡ് ഇടിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് ടീം ഹാരിസും കമാലും വന്നു. അവരുടെ കൂടെ തന്നെ ദുബായിൽ തന്നെ അറിയപ്പെടുന്നൊരു റെസ്റ്റോറൻ്റാണ് നയാബ് ഖാന്തി. എൻ്റെ പൊന്നെ ബഫറ്റ് ഫുഡായിരുന്നു കേട്ടോ. പല തരത്തിലുള്ള ഡെസേർട്ടുകളും സാലഡും പിന്നെ റൊട്ടിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ടോ. നമ്മുടെ നാട്ടിൽ വരെ മാർക്കറ്റിൽ പോകുമ്പോൾ ഇറച്ചി കെട്ടി തൂക്കിയിട്ടുള്ളവരാണ് റൊട്ടി. അത് അവിടുത്തെ ആ ഹോട്ടലിലെ മെയിൻ ഐറ്റം അത്. ഫുഡൊക്കെ കഴിച്ച് കമാലിനോടും ഹാരിസിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി നേരെ എയർപോർട്ടിലേക്ക് പോകട്ടോ. അപ്പോഴേക്കും സന്ധ്യയായി. ഇനി എയർപോർട്ടിൽ തന്നെ രാത്രി 9:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു ചങ്കുണ്ട്, അമിൻ്റെ പേര് ഞങ്ങൾ ഡൂഡെന്ന് വിളിക്കണേ. എന്താ പറയുക, അവൻ്റെ കൂടെ കറങ്ങാത്ത ദുബായിലെ സ്ഥലങ്ങളില്ല. ദുബായിലല്ല, UAE വേണമെന്ന് പറയാം. അപ്പോൾ പുള്ളി എയർപോർട്ടിൽ എന്നെ നോക്കി വെയിറ്റ് ചെയ്യണം. ഞാനവിടെ എത്തിപ്പിക്കും. ഒത്തിരി ലേറ്റായി പോയിട്ടോ. മറ്റേ എന്താ പറയുക, ടാക്സി കിട്ടാൻ ലേറ്റായി, അതുപോലെ തന്നെ ട്രെയിൻ വരാൻ ലേറ്റായി. ഒന്നും പറയണ്ട. മൊത്തത്തിൽ അവസാന നിമിഷമായപ്പോൾ ഓട്ടപ്പാച്ചിലായിരുന്നു മൊത്തം. ഫൈനലി ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടോ. ടെർമിനൽ 3 ആണത്. അപ്പോഴേക്കും അമിനെ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. പുള്ളി ജോലി കഴിഞ്ഞ് നേരെ അവിടേക്ക് എത്തിയത്. പിന്നെ അവനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പുള്ളി പോയി. പിന്നെ അവിടുന്ന് ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്പീഡായിരുന്നു. പിന്നെ ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് ഗേറ്റിലേക്ക് പോകാനായിട്ട്, എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ. അങ്ങനെ ഞാൻ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി. പിന്നെ നേരെ ഡ്യൂട്ടി ഫ്രീയുടെ അവിടേക്ക് പോകട്ടോ. എന്താ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ, ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന അത്ര മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയണം. ടെർമിനൽ 3 കൂടി പറയുകയാണെങ്കിലേ സംഭവം പൊളിച്ചു. കാണേണ്ട സംഭവം തന്നെയാണ്. 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ ഒരു 4 മണിക്കൂർ മുമ്പ് പോയാലും നമുക്ക് നഷ്ടം വരില്ല. അതേപോലെ കാണാണ്ട് എന്താ ഒരു ഭംഗി എന്ന് പറയുമ്പോൾ, വെട്ടിത്തിളങ്ങാണ് എയർപോർട്ട്. പകലാണോ രാത്രിയാണോ എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സമയം നോക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇനി 1 മണിക്കൂറുള്ളൂ.
അങ്ങനെ ഗേറ്റ് ഓപ്പൺ ആവാനായിട്ട്. അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ആയി. ഇനി ഇവിടുന്ന് 16.5 മണിക്കൂർ വേണം മെൽബണിൽ എത്താനായിട്ട്. അത് ആദ്യം പറഞ്ഞത് നേരിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ 14.5 മണിക്കൂർ എടുക്കുള്ളായിരുന്നു. പിന്നെ എന്തോ ഇത് കാരണം സിംഗപ്പൂർ ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മെൽബണിലേക്ക് പോയത്. ഫ്ലൈറ്റ് ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവല്ലോ. എമിറേറ്റ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് കേട്ടോ. എന്താ പറയുക, ഒരു അടിപൊളി സംഭവം തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ ആണെങ്കിലോ എത്ര പ്രാവശ്യം നമുക്ക് ഫുഡ് കിട്ടുമെന്ന് പറയുമ്പോൾ ലോങ് ജേണി ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കയറി കിടന്നു. നേരെ വെളുക്കാറായപ്പോഴേക്കും സിംഗപ്പൂർ എത്തി. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നേരെ 1 മണിക്കൂർ ആയപ്പോഴേക്കും ആ സെയിം ഫ്ലൈറ്റിൽ സെയിം സീറ്റിൽ തന്നെ വീണ്ടും കയറിയിരുന്നു നേരെ മെൽബണിലേക്ക്. അങ്ങനെ ദുബായ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മെൽബണിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ദുബായ് ട്രിപ്പിൻ്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഇതുവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി നാട്ടിൽ പോയതിൻ്റെ വീഡിയോസ് വരാൻ കിടക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ആ വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.